യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പായിടം ആകയിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പായിടം ആകയിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അവനായുഗം വാണിടും നാം. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടും നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. നിര നിര നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. നിര നിര നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമൂതിടുവിൻ ജയവീരനാമേശുവിനെ. ജയ 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 കാഹളമൂതിടുവിൻ ജയവീരനാമേശുവിനെ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം.
ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവം ഒരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവം ഒരുവനത്രേ. ആകയാൽ പാരിടം ആകയിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. അവനീ തലത്തിൽ അവമാനമവകാശമെന്നോർത്തിടണം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനായി കഷ്ടതയേൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടുന്ന. അവനായി കഷ്ടതയേൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടുന്ന. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. 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 പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. പുതരാതലദീനാവണവരവാശികൾ ഗരാതലദീനാവണവരവ അവടവരവടതലദീരാശികൾ ദരാതലദലദീന പുതർജലാതലദീനാവണവരവാശികൾ ഗലദലദീനാവണവരവാശികൾ ഗര പുതരാതലദലദീനാവണവരവാശികൾ ഗലദലദീരാതലദലദീ ഹത്തരാതലദലദീനാവണവരവാശികൾ ഗലദലദീനാവണവരവാശികൾ ദരദലദീര പുവടവരവടവരവടവരവാശികൾ ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതമായി, ആമേൻ ഹല്ലേലൂയ. കഷ്ടതയിൽ നമ്മുടെ ആശ്വാസമായി, നമ്മുടെ രോഗത്തിൽ നമുക്ക് സൗഖ്യമായി, ആമേൻ നമ്മുടെ പ്രതിസന്ധികളിൽ ആമേൻ വിടുതലിന്റെ ആമേൻ അനുഭവമായി വെളിപ്പെടുന്ന ആ നല്ല നാഥനെ പകലൊന്ന് ആത്മാർത്ഥമായി ആരാധിപ്പാനായി ദൈവകരങ്ങളൊന്ന് സമർപ്പിച്ചാട്ടെ. ആമേൻ ഹല്ലേലൂയ. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിപ്പാൻ, ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ, ഒന്ന് മകരേറ്റുവാൻ, തന്റെ ഉപകാരങ്ങൾ ഓർപ്പാൻ. മരണപാശങ്ങൾ ചുറ്റിയപ്പോൾ, നിന്ദയുടെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ, ആമേൻ ഹല്ലേലൂയ, സ്വർഗ്ഗം നമ്മെ വിടുവിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ ഈ പകൽ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട്
ദൈവിക നന്മകളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഗ്ലോറി ജീസസ്, ഗ്ലോറി ജീസസ്. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ, അവൻ ഇതുവരെ ഞങ്ങളെ കരുതുവാൻ, ഇതുവരെ ഞങ്ങളെ പുലർത്തുവാൻ ദൈവത്തിന് തോന്നിയ പ്രസാദത്തിനായി സ്തോത്രം കർത്താവേ. Glory Jesus, glory to God. Hallelujah, 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 hallelujah. Praise God, hallelujah. Thank you Jesus, thank you Lord. Hallelujah, thank you Lord, hallelujah. Glory Jesus. പാട്ടുകാരൻ പറയുന്നത് പ്രകാരമാണ്, അവൻ നമുക്കായി ജീവൻ നൽകി. ഒരുക്കിയല്ലോ വലിയ രക്ഷ. ഈ പകൽ ആമേൻ, വ്യത്യസ്ത മാതാപിതാക്കൾക്ക് ജനിച്ച നമ്മൾ, വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ ജനിച്ചു വളർന്ന നമ്മൾ ഏകാത്മാവിനാൽ ഭരിക്കപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മെ യോജിപ്പിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയവനാണ്. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതിൽ കവിഞ്ഞ ഒരു സ്നേഹം ഈ ഭൂമിയിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ നമ്മെ വില കൊടുത്ത് വാങ്ങിയ ഒരു ദൈവമുണ്ട്. ആമേൻ. പാട്ടുകാരൻ പറയുന്നത് ഇപ്രകാരം, അവൻ നമുക്കായി ജീവൻ നൽകി, ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ കനാൻ ദേശമധ്യം. ആമേൻ. എത്ര പേർക്ക് ആത്മാർത്ഥമായി ആമേൻ ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കുവാൻ പറ്റുമോ? ഈ പകൽ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന ഒരു കർത്താവുണ്ട്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊത്തളങ്ങളിൽ വ്യതകൾ സഹിച്ചവനായി, ക്രൂശിക്കപ്പെട്ടവനായി, തൻ്റെ അവസാന തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ഊറ്റി നൽകിയ ആ കർത്തനെ ധ്യാനിക്കാതെ ഒരു ആരാധന നമുക്കില്ല. നമുക്ക് ലഭിച്ച സുഖസൗകര്യങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും ഓർത്തിട്ട് വരുന്നതല്ല ആരാധന. പിന്നെയോ ആരാധന വരേണ്ടത് നമുക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. നമ്മെ വീണ്ടെടുത്തെന്നൊരു ബോധ്യം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് പരപ്രേരണയില്ലാതെ നമ്മെ പുറത്തു വരേണ്ട ദൈവത്തോടുള്ള ആഴമേറിയ സ്നേഹമാകുന്നു ആരാധന. അങ്ങനെയെങ്കിൽ ആ പാട്ടിന്റെ ഇരടികളൊന്ന് പാടാമോ? അവൻ നമുക്കായി ജീവൻ നൽകി, ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി, ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗകനാ ദേശമത്. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗകനാ ദേശമത്. തിരുകരത്താൽ വഹിച്ചു എന്നെ, തിരുഹിതം നടത്തേണമേ. തിരുകരത്താൽ വഹിച്ചു എന്നെ, തിരുഹിതം നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം
കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ ആഴിയതിൽ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോ എൻ പടകിൽ ആഴിയതിൽ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോ എൻ പടകിൽ എന്റെ പ്രിയൻ യേശുണ്ട് ചേർന്നിടുമേ ഭവനമതിൽ എന്റെ പ്രിയൻ യേശുണ്ട് ചേർന്നിടുമേ ഭവനമതിൽ തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം നടത്തേണമേ തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം നടത്തേണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു അനുദിനം പണിയണമേ. എത്ര പേർക്ക് ഈ പകലൊന്ന് ചേർന്ന് പറയുവാൻ കഴിയും? കുശവൻ കയ്യിൽ അപ്പാ, ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ കളിമണ്ണ് പോലെയാകുന്നു. നിന്റെ ഇഷ്ടം ഈ പകലൊന്ന് നിറവേറുമാറാകട്ടെ. ഈ രോഗങ്ങൾ നിന്റെ ഹിതമെങ്കിൽ, ഈ പ്രതിസന്ധി നിന്റെ ഹിതമെങ്കിൽ, ഈ ക്ലേശം നിന്റെ ഹിതമെങ്കിൽ, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത നിന്റെ ഹിതമെങ്കിൽ, യേശു കർത്താവ് കാൽവറിയിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുന്നമേ താൻ പ്രാർത്ഥിച്ചതുപോലെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ഹിതമെങ്കിൽ അത് നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പകൽ നമുക്ക് നല്ല നാഥനോടൊന്ന് പറയുവാൻ കഴിയട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തിരുക്കരത്താൽ വഹിക്കുന്നവരായി തീരുവാനാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രതിസന്ധിയിൽ
തിരുക്കരങ്ങൾ ഞങ്ങളെ വിടിവിപ്പാനാ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥയിൽ ആ തിരുക്കരം ഞങ്ങളെ ഒന്ന് തൊടുന്നത് കാണുവാനാ. കർത്താവേ, ഈ പകൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ തിരുക്കരം ഞങ്ങളെ ഒന്ന് തലോടുവാൻ. സൃഷ്ടിച്ച ആമേൻ സകലതിനെയും ഇല്ലായ്മയിൽ സൃഷ്ടിച്ച തിരുക്കരം ഞങ്ങളുടെ മേൽ ഈ പകലൊന്ന് വെളിപ്പെടണമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആമേൻ. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ എന്തുമാകട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന രോഗം ഏത് നിലയിലുള്ളതാകട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഏത് പ്രതിസന്ധിയുള്ളതാകട്ടെ, നിങ്ങൾക്ക് ഈ പകൽ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ആ തിരുക്കരം എന്റെ മേലൊന്ന് വെക്കണമേ അപ്പ. മാനുഷിക വാക്കുകളല്ല, മനുഷ്യന്റെ സ്പർശനമല്ല, ആമേൻ, ദൈവിക സ്പർശനം, എ ഡിവൈൻ ടച്ച് നമ്മുടെ മേലുണ്ടാകേണ്ടതിനായി ആഴമേറിയ ദൈവസ്നേഹം ഹൃദയത്തിൽ ഒന്ന് അനുഭവിക്കപ്പെട്ടവരായി ഈ പകലൊന്ന് കർത്താവിനോട് പറയുവാൻ കഴിയട്ടെ. അപ്പ, നിന്റെ കയ്യിൽ അമർന്നിരിക്കുന്ന കളിമണ്ണ് കണക്കെ ഈ പകൽ ഞാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹിതത്തിനായി ഞങ്ങളെ ഒന്ന് പണിയണമേ എന്ന് അവൻ ദൈവസന്നിധിയിൽ ഉറച്ച തീരുമാനത്തോടെ പറയുവാൻ കഴിയട്ടെ. ആമേൻ. എലീശ തന്റെ ശിഷ്യനോട് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, നീ വീണ്ടും ചെന്ന് നോക്കുക എന്ന് പറയുമ്പോൾ ഇതാ കൈപ്പത്തി പോലെ ഒരു മേഘം തന്റെ മുമ്പിൽ പ്രത്യക്ഷമായതായി നമ്മൾ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തിരുക്കരം ആമേൻ തന്റെ ഭക്തന് വേണ്ടി നീട്ടിയെങ്കിൽ, ആമേൻ, പുതിയ നിയമത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഉടമ്പടി ചെയ്യുക. ആമേൻ, കർത്താവിനോടുകൂടി നടക്കപ്പെടുന്ന ദൈവ പൈതലേ, ആ തിരുക്കരം നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിനകത്തും നിന്റെ ശുശ്രൂഷ ജീവിതത്തിലും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ആ കരം വെളിപ്പെടുന്ന കരമാ. ആണിപ്പഴുതേറ്റ കരം യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ശ്രമിക്കുന്ന ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ കരം വ്യാപരിക്കട്ടെ. തിരുക്കരം അവൻ നീട്ടി എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ പകൽ ആശയ്ക്ക് വകയുണ്ട്, പ്രത്യാശയ്ക്ക് വകയുണ്ട്. വന്ന പോലെ മടങ്ങി പോകാൻ ഇടവരികയില്ല. അവൻ ആരാധന മധ്യേ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവ സാന്നിധ്യം ഈ പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. We thank you, Jesus. We glorify your name. We exalt your name, Lord Abba. We worship you, Lord Almighty. Stretch out your hands, Lord, towards us. Lord, help us to have your mighty blessings in our life. കർത്താവേ, നിന്റെ ഹിതത്തിനായി once more we submitting to your mighty hand. കർത്താവേ, നിന്റെ കരങ്ങളിലോട്ടൊന്ന് സമർപ്പിക്കുക ഈ പകൽ. കർത്താവേ, ഞങ്ങൾ വന്ന പോലെ പോകരുത്. ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറിപ്പോകണം, ഞങ്ങളുടെ കഷ്ടതകൾ മാറിപ്പോകണം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ മാറിപ്പോകണം. ആമേൻ. അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരം വേണം. ആമേൻ. ഇരുളിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടണം. ദൈവശക്തി നിറയപ്പെടണം. ജനത്തെ ബലപ്പെടുത്തുമാറാകണം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ തിരികിതം വെളിപ്പെടുന്ന പകലായി തീരട്ടെ. മണ്ണാകുന്ന ഞങ്ങളുടെ മേൽ യേശു കർത്താവിന്റെ ഹിതം വെളിപ്പെടുവാൻ. അക്കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയ എല്ലാ പ്രിയപ്പെട്ടവരും ഗ്ലോറി ജീസസ്, ഗ്ലോറി ജീസസ്, ഗ്ലോറി ജീസസ്. Glory to God, glory to God, glory to God. Hallelujah. യേശു കർത്താവിന്റെ മഹത്വം, യേശു കർത്താവിന്റെ മഹത്വം. Glory Jesus, glory Jesus. Praise the Lord. ഈ പകലാ ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കാം. തുടർന്ന് ദൈവികാരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന വിശ്വാസ മക്കളെ പേരുപേരായി ദൈവകരങ്ങൾ സമർപ്പിച്ച് നാം ദൈവത്തിൻ്റെ പാദപടിയായിരിക്കുമ്പോൾ തുടർന്നുള്ള എല്ലാ ആത്മീക ശുശ്രൂഷകളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിപ്പാൻ ദൈവകരങ്ങൾ നാം സമർപ്പിച്ച പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ പ്രാരംഭമായി ഗേൾസിൻ്റെ വശത്തുനിന്ന് ബേണി പ്രാർത്ഥിക്കും. അതിനുശേഷം ബോയ്സിൻ്റെ വശത്തു നിന്ന് ആമേൻ ബെഞ്ചമിൻ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. തുടർന്ന് സഹോദരി സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ഓരോ പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ.